നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ പഞ്ചായത്തിൽ വികസന സദസ്സ് ഇന്ന് നടന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ സംസ്ഥാന സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വികസന നേട്ടങ്ങൾ എണ്ണി കാണിക്കുന്ന സംവിധാനമായിരുന്നു വികസന സദസ്സ്. വികസന സദസ്സിൻ്റെ സമാപന സമ്മേളനം അരൂർ MLA ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അരൂർ പഞ്ചായത്ത് വികസന സദസ്സ് പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡ് ജനസമക്ഷം. അരൂർ പഞ്ചായത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡ് ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് അരൂർ പഞ്ചായത്ത് വികസന സദസ്സ് അരൂർ മാനവീയം വേദിയിൽ നടന്നു. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഈ വികസന സദസ്സ്. മെഡിക്കൽ ക്യാമ്പുകൾ ആരംഭിച്ചതോടെയാണ് വികസന സദസ്സിന് തുടക്കമായത്. പഞ്ചായത്ത് അംഗം A അലക്സ് മെഡിക്കൽ ക്യാമ്പുകൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി അധ്യക്ഷത വഹിച്ചു. അരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ അഞ്ജലി സ്വാഗതം ആശംസിച്ചു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്നിങ്ങനെ 3 വിഭാഗത്തിലെയും ക്യാമ്പുകൾ സജീവമായിരുന്നു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് ചികിത്സ തേടി. സമാപന സമ്മേളനം. ഉച്ചയ്ക്ക് ശേഷം നടന്ന സമാപന സമ്മേളനം അരൂർ MLA ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു. കാണാത്ത അനവധി പ്രകൃതി ദുരന്തങ്ങൾ ജീവിതത്തിൽ നമ്മൾ കുഞ്ഞുനാളിലെ മുതൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത, നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ശരിക്കും നമ്മൾ ഈ മാസ്കൊക്കെ വെച്ചുള്ള ഒരു അവസ്ഥകൾ നമ്മൾ ചിന്തിക്കുമ്പോഴും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥകളിലൂടെ ഈ പ്രകൃതി ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. നമ്മളുടെ ഭരണസമയത്തായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EE ഇഷാദ് സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി അധ്യക്ഷത വഹിച്ചു. അരൂർ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെയും വ്യക്തിത്വങ്ങളെയും KSDP ചെയർമാനും CPIM സംസ്ഥാന സമിതി അംഗവുമായ CB ചന്ദ്രബാബു ആദരിച്ചു. ഈ വികസനോത്സവം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇപ്പോൾ സംഘടിപ്പിച്ചു വരികയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ നിലവിലുള്ള ഭരണസമിതി നടത്തിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ യഥാർത്ഥ ഉടമകളായ ജനങ്ങളോട് വിശദീകരിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വികസനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെയും അരൂർ പഞ്ചായത്തിന്റെയും 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രദർശനവും നടന്നു. പഞ്ചായത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരെയും തൊഴിലുറപ്പ് സംഘങ്ങളെയും ഹരിത കർമ്മസേനയെയും ആരോഗ്യരംഗത്തെ ആശാപ്രവർത്തകരെയും ലൈഫ് മിഷൻ കോൺട്രാക്ടറെയും മാധ്യമപ്രവർത്തകരെയും ആദരിച്ചു. പഞ്ചായത്തിന്റെ പ്രധാന വികസന നേട്ടങ്ങൾ. 5 വർഷത്തെ റിപ്പോർട്ട്. 1. ഭവന നിർമ്മാണം. പഞ്ചായത്തിലെ 22 വാർഡുകളിലായി 5 വർഷത്തിനുള്ളിൽ 488 വീടുകൾ ലൈഫ് പദ്ധതിയിൽ പൂർത്തീകരിച്ചു. 2. സ്ഥല നവീകരണവും നിർമ്മാണവും. പഞ്ചായത്തിന് സമീപമുള്ള എരിയകുളം നവീകരിച്ച് സംരക്ഷിച്ചു. എരിയകുളത്തിനോട് ചേർന്ന് സായാഹ്ന വിനോദ വിശ്രമ കേന്ദ്രമായ മാനവീയം പാർക്കും ടേക്ക് എ ബ്രേക്ക്, ഓപ്പൺ സ്റ്റേജ് എന്നിവയും നിർമ്മിച്ചു. 12ാം വാർഡിൽ പുതിയ കളിസ്ഥലം നിർമ്മിച്ചു. 3. മാലിന്യ സംസ്കരണവും പരിസ്ഥിതിയും. മാലിന്യ നീക്കത്തിന് ഹരിത കർമ്മസേനയെ സജ്ജമാക്കി. ഹരിത കേരളം പ്രവർത്തനങ്ങൾ. ഹരിതമിത്രം ആപ്പ് മുഖേന നിരീക്ഷണ വിധേയമാക്കി. പ്ലാസ്റ്റിക് ബെയിലിംഗ് മെഷീൻ അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള MCF പ്രവർത്തനം ആരംഭിച്ചു. വേമ്പനാട്ട് കായൽ ശുചീകരണം ശ്രദ്ധേയമായ നേട്ടമാണ്. 4. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. സർവേയിൽ കണ്ടെത്തിയ 73 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. 5. ആരോഗ്യ സാമൂഹ്യക്ഷേമം. വയോധികർക്കായി പകൽവീട് പ്രവർത്തനം തുടങ്ങി. ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് 2ാം നില നിർമ്മിച്ചു. പാലിയേറ്റീവ് കെയർ പ്രവർത്തനം സുഗമമാക്കി. 6. സാമ്പത്തിക സഹായങ്ങൾ. പട്ടികജാതി വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം കൊടുത്തു. സാധുക്കളായ വിധവകളുടെ പെൺമക്കളുടെ വിവാഹത്തിന് 1,00,000 രൂപ വരെ നൽകി വരുന്നു. എല്ലാ ഗ്രാമീണ റോഡുകളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനുള്ള തീവ്രശ്രമം നടന്നുവരുന്നു. ആവശ്യമായ ഫണ്ടും ലഭ്യമാക്കിയിട്ടുണ്ട്. അംഗീകാരങ്ങൾ. പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് 7ാം സ്ഥാനവും ജില്ലയിൽ 3ാം സ്ഥാനവും ലഭിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള ഫണ്ട് വിനിയോഗത്തിൽ 100% ചെലവഴിക്കപ്പെട്ടതിനാൽ ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാരം ലഭിച്ചു. മറ്റ് അംഗീകാരങ്ങൾ. ബാലസൗഹൃദ പഞ്ചായത്ത്, വെളിയിട വിസർജന വിമുക്ത പഞ്ചായത്ത്, സമ്പൂർണ്ണ വസ്തുനികുതി ശേഖരണ പഞ്ചായത്ത്. സന്നിഹിതരായ പ്രമുഖർ. സമാപന സമ്മേളനം. ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S വിജയകുമാരി, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ഷിഹാബുദ്ദീൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കുന്നേൽ, വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി ഷിബു, പഞ്ചായത്ത് അംഗങ്ങളായ MP ബിജു, കവിത ശരവണൻ, ആശാശീലൻ, BK ഉദയകുമാർ, AA അലക്സ്, EV തിലകൻ, OK മോഹൻ.
പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഈശ്വരൻ, CDS ചെയർപേഴ്സൺ രേണുക ദിനേശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.